നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. റോഡ് സൗകര്യമില്ലാത്ത മലയോരങ്ങളിലേക്ക് റോപ്പ് വേ നിർമ്മിക്കാനൊരുങ്ങി കേന്ദ്ര റോഡ് ഉപരിതല മന്ത്രാലയം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് കേന്ദ്രം റോപ്പ് വേ നിർമ്മിക്കുന്നത്. പർവ്വതമാല പരിയോജന പദ്ധതിയിലാണ് പുതിയ റോപ്പ് വേ വരിക. ഇതിനായുള്ള സാധ്യതാ പഠനങ്ങൾ കേരളത്തിലും ആരംഭിച്ചു കഴിഞ്ഞു. മണിക്കൂറിൽ 15 മുതൽ 30 കിലോമീറ്റർ വരെ വേഗമാണ് റോപ്പ് വേകൾക്ക് ലഭിക്കുക. രാജ്യമാകെ 260 റോപ്പ് വേ പദ്ധതികളാണ് റോഡ് ഉപരിതല മന്ത്രാലയത്തിന് കീഴിൽ ഒരുങ്ങുന്നത്. കേരളത്തിൽ മൂന്നാർ വട്ടവട റോപ്പ് വേക്ക് ആദ്യം ഒരുങ്ങുക. ഇതിന്റെ ഭാഗമായി പഠനം നടത്തിയ കമ്പനി റിപ്പോർട്ട് കൈമാറി കഴിഞ്ഞു. മൂന്നാർ വട്ടവടയ്ക്ക് പുറമെ വയനാട്, ശബരിമല, പൊന്മുടി എന്നിവിടങ്ങളിലും പഠനം ആരംഭിച്ചിട്ടുണ്ട്. വയനാട്, ശബരിമല റോപ്പ് വേകൾക്ക് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. വനത്തിന്റെ വന്യത നഷ്ടപ്പെടുത്താതെ രീതിയിലാകും ശബരിമല റോപ്പ് വേയുടെ രൂപരേഖ. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കാണ് ശബരിമലയിൽ റോപ്പ് വേ ഒരുങ്ങുക. പമ്പ ഹിൽ ടോപ്പ് മുതൽ സന്നിധാനത്തേക്ക് 2.8 കിലോമീറ്റർ ആകാശ ദൂരമാണുള്ളത്. മാളികപ്പുറം ക്ഷേത്രത്തിന് പിന്നിലാകും റോപ്പ് വേ അവസാനിക്കുക. 5 പില്ലറുകളും 2 സ്റ്റേഷനുകളും ഒട്ടാകെ ഇവിടത്തെ റോപ്പ് വേ. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ശബരിമല മാസ്റ്റർ പ്ലാന് റോപ്പ് വേ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും അത് വൈകുകയായിരുന്നു. വയനാട് റോപ്പ് വേ പദ്ധതിയും നേരത്തെ തന്നെ പരിഗണനയിലുള്ളതാണ്. ഇവയ്ക്കിടയിൽ നിന്ന് അടിവാരം വരെയുള്ള റോപ്പ് വേ 2025 പൂർത്തിയാക്കുമെന്നും കഴിഞ്ഞ വർഷം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. 150 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്ന പദ്ധതിയായിരുന്നു ഇത്. 3.7 കിലോമീറ്റർ നീളത്തിൽ റോപ്പ് വേ നിർമ്മിക്കുന്നുവെന്നും 40 കേബിൾ കാറുകളാണ് ഉണ്ടാവുകയെന്നുമായിരുന്നു മന്ത്രി അന്ന് പറഞ്ഞത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാകും നിർമ്മാണം. ഉപരിതല മന്ത്രാലയം റോപ്പ് വേകൾ നിർമ്മിക്കുക. ദേശീയപാത ലോജിസ്റ്റിക് മാനേജ്മെന്റ് ലിമിറ്റഡ് ആണ് റോപ്പ് വേകൾ നിർമ്മിക്കുന്നത്. 40% തുക കേന്ദ്ര സർക്കാരും 60% കരാറെടുത്ത കമ്പനിയും മുടക്കും. പദ്ധതിയിലെ ആദ്യ റോപ്പ് വേ വാരണാസിയിലാണ് ഒരുങ്ങുക. തമിഴ്നാട്ടിൽ 12 കിലോമീറ്റർ നീളത്തിൽ പളനി കൊടൈക്കനാൽ റോപ്പ് വേയും സജ്ജമാകും. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റോപ്പ് വേ. ഗുവാഹത്തിയിൽ അസമിലെ മന്ത്രി ഹിമാന്ത ബിശ്വാസ് ശർമ്മയും സിദ്ധാർത്ഥ ഭട്ടാചാര്യയും ചേർന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് റോപ്പ് വേ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോപ്പ് വേ ആണെന്നും ഇതിന്റെ നീളം 1.82 കിലോമീറ്റർ വരുമെന്നും റോപ്പ് വേ നിർമ്മിച്ച ഗുവാഹത്തി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ CEO ഉമാനന്ദ ഡോള പറഞ്ഞു. സ്യൂസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് റോപ്പ് വേ അന്ന് നിർമ്മിച്ചത്. ബ്രഹ്മപുത്രയുടെ വടക്ക് തെക്ക് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോപ്പ് വേ ഒരു കരയിൽ നിന്ന് മറുപുറത്തെത്താൻ 7 മിനിറ്റ് എടുക്കും. ക്യാബിനുകൾ സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ്.